Good morning everyone, welcome back to MTM Campus Educational Channel. Today we discuss the topic of delisting of securities. Delisting of securitiesനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസിനെ പഠിച്ചു. ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്താണെന്ന് നമുക്കറിയാം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു കമ്പനിയുടെ നെയിം എൻറോൾ ചെയ്യണമെങ്കിൽ അതിന് പറയുന്ന പേരാണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന്. അപ്പോൾ നമുക്ക് പഠിക്കാം. Delisting of securities. Delisting of securities, it is the removal of listed security from a stock exchange. It is the removal of listed security from a stock exchange. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ലിസ്റ്റഡ് സെക്യൂരിറ്റീനെ റിമൂവ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഡീലിസ്റ്റിംഗ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ലിസ്റ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നതിനെയാണ് ഡീലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിലുള്ളതുണ്ട്. കമ്പൽസറി ഡീലിസ്റ്റിംഗും ഉണ്ട്, വോളണ്ടറിലി ഡീലിസ്റ്റിംഗും ഉണ്ട്. വോളണ്ടറി ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്വമേധയാ കമ്പനി തന്നെ റിമൂവ് ആയി പോവുക, കമ്പനി തന്നെ ഡീലിസ്റ്റ് ചെയ്ത് പോകുന്നതിനെ പറയുന്ന പേരാണ് വോളണ്ടറി ഡീലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് വോളണ്ടറി ഡീലിസ്റ്റിംഗ് നടത്തുക എന്നുള്ളത് നമുക്ക് നോക്കാം. വോളണ്ടറി ഡീലിസ്റ്റിംഗ് മീൻസ് ഡീലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ഓഫ് എ ബോഡി കോർപ്പറേറ്റ് വോളണ്ടറിലി ബൈ എ പ്രൊമോട്ടർ. ഒരു പ്രൊമോട്ടർ മുഖേനയോ അല്ലെങ്കിൽ അക്വയറർ ഓർ എനി അതർ പേഴ്സൺ അതർ ദാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലാത്ത മറ്റുള്ള പേഴ്സൺ മുഖേനയോ അക്വയറർ മുഖേനയോ പ്രൊമോട്ടർ മുഖേനയോ സ്വമേധയാ ഒരു കമ്പനി അതിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഡീലിസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ, ഒരു കമ്പനി അതിൻ്റെ സെക്യൂരിറ്റീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഡീലിസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വോളണ്ടറിലി ഡീലിസ്റ്റിംഗ്. വോളണ്ടറി ഡീലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വോളണ്ടറിലി ഡീലിസ്റ്റഡ് ഫ്രം എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബൈ പ്രൊമോട്ടർ ഓർ അക്വയറർ ഓർ എനി അതർ പേഴ്സൺ അതർ ദാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ ഡീലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ കമ്പനിക്ക് ചില കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ദ കമ്പനി മേ ഡീലിസ്റ്റ് ഫ്രം സ്റ്റോക്ക് എക്സ്ചേഞ്ച് വെർ ഇറ്റ് സെക്യൂരിറ്റീസ് ആർ ലിസ്റ്റഡ് പ്രൊവൈഡഡ് ദാറ്റ്. എന്താണ് ഈ ഡീലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആയിരിക്കണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദ സെക്യൂരിറ്റീസ് ഓഫ് ദ കമ്പനി ഹാവ് ബീൻ ലിസ്റ്റഡ് എ മിനിമം പീരിയഡ് ഓഫ് 3 years ഓൺ എനി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഏതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 3 വർഷത്തോളം മിനിമം 3 വർഷത്തോളം ഉണ്ടായിരിക്കണം, എന്നാലേ ഡീലിസ്റ്റ് വാലിഡ് ആവുള്ളൂ. ഡീലിസ്റ്റിംഗ് വാലിഡ് ആവണമെങ്കിൽ 3 വർഷത്തോളം മിനിമം പീരിയഡ് ഓഫ് 3 years ഓൺ എനി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. രണ്ടാമത്തത് an exit opportunity has been given to the investors for the purpose of which an exit price shall be determined in accordance with the book building process. അതായത് എക്സിറ്റ് ഓപ്പർച്യൂണിറ്റി നൽകുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് എക്സിറ്റ് ഓപ്പർച്യൂണിറ്റി നൽകുന്ന സമയത്ത് ഇതിന് എക്സിറ്റ് പ്രൈസ്, അതായത് ഇതിന് പുറത്ത് പോകുന്നതിനുള്ള പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അത് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് പ്രകാരമാണ്. ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് പ്രകാരമാണ് ഇവരുടെ എക്സിറ്റ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് ഒരു ബാൻഡ് വെക്കും 30 to 35 അല്ലെങ്കിൽ 20 to 25, എന്നിട്ട് അത് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഈ പ്രൈസ് കറക്റ്റ് പ്രൈസ് ഫിക്സഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് IPOൻ്റെ സമയത്താണ് ഇവർ സെറ്റ് ചെയ്യാറ്. ആ സമയത്ത് അത് സെറ്റ് ചെയ്തിട്ട് ഇത്ര 30, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയണത്, ഇവരുടെ പ്രൈസ് ബാൻഡ് ഇടുന്നത് 30 to 40 ആണെന്ന് വെച്ചോ. ഈ 30യുടെയും 40യുടെയും ഇടയിലുള്ള പ്രൈസ് ആർക്കും വേണമെങ്കിൽ ആ പ്രൈസിന് ഈ ഷെയർസിന് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്. അപ്പോൾ ബിൽഡിംഗ് പ്രോസസ്സിൻ്റെ ബേസിലാണ് ഇവർക്ക് എക്സിറ്റ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ എക്സിറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രൈസ് ഡിറ്റർമിൻ ചെയ്യും. അത് ഡിറ്റർമിൻ ചെയ്യുന്നത് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിൻ്റെ ബേസിലാണ്. മിനിമം 3 years എങ്കിലും ഉണ്ടാവണം. Any exit opportunity need not be given in case of where securities continue to be listed in a stock exchange having nationwide trade terminals.
അപ്പോൾ ചില കേസിൽ എക്സിറ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാറില്ല, അതായത് ഡീലിസ്റ്റ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി കൊടുക്കാറില്ല. ഇൻ കേസ് വേർ സെക്യൂരിറ്റീസ് കണ്ടിന്യൂ ടു ബി ലിസ്റ്റഡ് ഇൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഹാവിങ് നാഷണൽ വൈഡ് ട്രേഡ് ടെർമിനൽസ്. ഇത് ലിസ്റ്റ് ചെയ്തത് എന്തിന് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? നാഷണൽ ട്രേഡ് ടെർമിനൽസ് നാഷണൽ വൈഡ് ട്രേഡ് നടത്താൻ വേണ്ടിയിട്ടാണ് നടത്തിയിട്ടുള്ളത് എങ്കിൽ, ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അങ്ങനെ ഓപ്പർച്യൂണിറ്റി നൽകില്ല, എക്സിറ്റ് ഓപ്പർച്യൂണിറ്റി നൽകില്ല എന്നുള്ളത് പറയുകയാണ്. എക്സിറ്റ് ഓപ്പർച്യൂണിറ്റി need not be given in case where securities continue to be listed in a stock exchange having nationwide ട്രേഡ് ടെർമിനൽസ്. ഇന്ത്യ മൊത്താകെ ട്രേഡ് നടത്താൻ വേണ്ടിയിട്ടാണ് അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റീസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഒരിക്കലും നടക്കില്ല. ഇനി പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത്. പ്രൊസീജിയർ ഫോർ വോളണ്ടറി ലിസ്റ്റിംഗ്. ഒന്നാമത്തത് ഒബ്റ്റെയിൻ പ്രിയർ അപ്രൂവൽ ഫ്രം ദ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നുള്ള പ്രെയർ അപ്രൂവൽ വേണം. അതായത് മുൻപേ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ വാങ്ങിക്കണം. ബൈ പാസിംഗ് സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇൻ ജനറൽ മീറ്റിങ്ങിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തുകൊണ്ടായിരിക്കണം ഈ അപ്രൂവൽ നേടിയെടുക്കേണ്ടത്. പിന്നെ രണ്ടാമത്തത് മേക്ക് എ പബ്ലിക് അനൗൺസ്മെൻറ്റ് എബൌട്ട് ഡീലിസ്റ്റിങ്ങിനെ കുറിച്ച് ഒരു പബ്ലിക് അനൗൺസ്മെൻറ്റ് നടത്തണം. അപ്പോൾ രണ്ട് കാര്യങ്ങളായി പ്രൊസീജിയർ ഡീലിസ്റ്റിംഗ്, വോളണ്ടറി ഡീലിസ്റ്റിങ്ങിനുള്ള പ്രൊസീജിയർ. ഒന്നെന്ന് പറഞ്ഞാൽ പ്രിയർ അപ്രൂവൽ ഉണ്ടായിരിക്കണം. മസ്റ്റ് പ്രിയർ അപ്രൂവൽ ഫ്രം ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി ബൈ പാസിംഗ് സ്പെഷ്യൽ റെസൊല്യൂഷൻ in to its at general meeting. പിന്നെ മേക്ക് എ പബ്ലിക് അനൗൺസ്മെൻറ്റ് അബൌട്ട് ദി ലിസ്റ്റിങ്ങിനെ കുറിച്ച് ഒരു പബ്ലിക് അനൗൺസ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഇനി മൂന്നാമത്തത് make an application to the delisting exchange in the form of specified by the exchange annexing therewith a copy of the special resolution passed in this effect. അപ്പോൾ മൂന്നാമത്തെ പറയുന്ന ഡീലിസ്റ്റ് നടത്തുന്ന സമയത്ത് ഒരു വെറുതെ ഡീലിസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല, അപ്ലിക്കേഷൻ കൊടുക്കണം. ആ അപ്ലിക്കേഷൻ്റെ കൂടെ നമ്മൾ ജനറൽ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്ന സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ കോപ്പിയും അറ്റാച്ച് ചെയ്യണം. അപ്പോൾ എന്താണ് പറയുന്നത്? Submit an application to the delisting in the stock exchange in a prescribed manner. Then along with the application they should submit the copy of special resolution passed in the general meeting. Fourth one, comply with such other additional condition as may be specified by the concerned stock exchange from where securities are to be delisted. പിന്നെ എന്തെങ്കിലും അഡീഷണൽ കണ്ടീഷൻസ് ഉണ്ട് എങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഡീഷണൽ കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതും കൂടി അനുസരിക്കേണ്ടതുണ്ട് ഡീലിസ്റ്റ് ചെയ്യണമെങ്കിൽ. ഇപ്പം 4 കാര്യങ്ങളാണ്. ഒന്നാമത്തെ സ്പെഷ്യൽ പ്രിയർ അപ്രൂവൽ കിട്ടണം. ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പ്രിയർ അപ്രൂവൽ ഷുഡ് ബി സാങ്ഷൻ ഫ്രം ദ ഷെയർ ഹോൾഡേഴ്സ്. പിന്നെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്ഡ് അറ്റ് ഇറ്റ്സ് ജനറൽ മീറ്റിംഗ്. പബ്ലിക് അനൗൺസ്മെൻറ്റ് ഉണ്ടാവണം. അപ്ലിക്കേഷൻ നൽകണം. അപ്ലിക്കേഷൻ്റെ കൂടെ സ്പെഷ്യൽ റെസൊല്യൂഷനും കൊടുക്കണം. പിന്നെ അഡീഷണൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് മസ്റ്റ് ബി കംപ്ലൈ. നെക്സ്റ്റ് കമ്പൽസറി ഡീലിസ്റ്റിംഗ്. 2 ഡീലിസ്റ്റിംഗ് ആണുള്ളത്. വോളണ്ടറി ഡീലിസ്റ്റിംഗ്, രണ്ടാമത് കമ്പൽസറി ഡീലിസ്റ്റിംഗ്. കമ്പൽസറി ഡീലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കമ്പൽസറിലി ഡീലിസ്റ്റഡ് ദ കമ്പനീനെ കമ്പൽസറി ആയിട്ട് പുറത്താക്കുകയാണ്. അതിനെ എക്സ്പെൽ ചെയ്യാണ്. ഒന്നുകിൽ എക്സ്പെൽ ചെയ്യും അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ നടത്തുകയാണ്. എന്തുകൊണ്ടാണ് നടത്തുമ്പോൾ ഫോർ എ മിനിമം പീരീഡ് ഓഫ് 6 months ആണ്. ഫോർ നോൺ കംപ്ലയൻസ് ഓഫ് ദി വിത്ത് ദ ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ്. ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റിൻ്റെ കണ്ടീഷൻസിൽ നോൺ കംപ്ലയൻസ് ആകുമ്പോഴാണ് ഇവരെ എന്ത് ചെയ്യുന്നത്? ഇവരെ സസ്പെൻഡ് ചെയ്യുന്നത്. ഫോർ എ മിനിമം പീരീഡ് ഓഫ് 3 months ആണ്. 6 months ആണ്. അപ്പോൾ ഇവർക്ക്
ഇഫ് ദ സസ്പെൻഷൻ ഈസ് ഫോർ എ പീരിയഡ് ഓഫ് എക്സീഡിങ് 3 months ആണ് എങ്കിൽ, ഇപ്പോൾ ഇവർക്ക് സസ്പെൻഷൻ കൊടുക്കുന്നത് 3 മാസത്തിലധികമാകുമ്പോൾ ദ കമ്പനി ക്യാൻ അപ്പീൽ സെബി എഗെയിൻസ്റ്റ് സസ്പെൻഷൻ. കമ്പനിക്ക് സസ്പെൻഷനെതിരായിട്ട് അപ്പീലിന് പോവാവുന്നതാണ്. ദ സെബി ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ബീയിങ് ഹേർഡ്. അതേപോലെ തന്നെ സെബി ഇവരുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഇത് കേൾക്കാനുള്ള അവസരം നൽകുന്നുണ്ട്. അപ്പോൾ സസ്പെൻഷൻ 3 മാസത്തിലധികം ആണെങ്കിൽ സസ്പെൻഷന് എതിരെ കമ്പനിക്ക് അപ്പീലിന് പോവാവുന്നതാണ്. കമ്പനി സെബിക്കാണെങ്കിലോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കാര്യങ്ങൾ ഹിയർ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കും. അതിന് ശേഷം ചേഞ്ച് ഡിസിഷന് ആരെടുക്കും? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഡിസിഷൻ ചേഞ്ച് ചെയ്തിട്ട് സെബി സെറ്റാക്കുകയാണ് ചെയ്യുക, കൃത്യമായ ഹിയറിങ് കേട്ടതിന് ശേഷം. അതേപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വേറൊരു തരത്തിൽ ഡീലിസ്റ്റ് ചെയ്യാറുണ്ട് കമ്പനി. മറ്റത് കണ്ടീഷൻസ് വയലേറ്റ് ചെയ്യുമ്പോഴാണ് ഒന്നാമത്തെ ഡീലിസ്റ്റ് ചെയ്യണത്, കമ്പൽസറി ഡീലിസ്റ്റ് ചെയ്യണത്. രണ്ടാമത്തത് ഷെയർ ഹോൾഡേഴ്സ് ബിലോ 5 or every rupee of 1 lakh capital offered to the public. പബ്ലിക്കിന് കൊടുക്കുന്ന ഷെയർസിൻ്റെ 1 lakh ഷെയർസിന് ഓരോ 1 lakh ഷെയർസിനും 5 മെമ്പേഴ്സ് ഇല്ല, 5 ഷെയർ ഹോൾഡേഴ്സ് ഇല്ല, കമ്പനിക്ക് 5 ഷെയർ ഹോൾഡേഴ്സ് ഇല്ല എങ്കിൽ അവർ എക്സിറ്റ് അടിക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്മളോട് പറഞ്ഞ മിനിമം 10 ഷെയർ ഹോൾഡേഴ്സ് വേണം 1 lakhന് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലത്തെ ഒന്ന് എടുത്ത് നോക്കുക, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 5 പേരെങ്കിലും മിനിമം ഇല്ല എന്ന് വരികയാണെങ്കിൽ, 1 ലക്ഷം ഷെയർസിന് മിനിമം 5 പേരെങ്കിലും ഇല്ല എങ്കിൽ, ബിലോ 5 ആണ് എങ്കിൽ, 5 മെമ്പേഴ്സ് ആണ് എങ്കിൽ ഇവരെ എന്ത് ചെയ്യും? ഡീലിസ്റ്റ് ചെയ്യും. അത്തരം കമ്പനീസിനെ ഡീലിസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഫോൾസ് ബിലോ 50% ഓഫ് ദ പബ്ലിക് ഓഫർ. പബ്ലിക് ഓഫറിൻ്റെ 50%നേക്കാളും ബിലോ ആയിട്ട് പബ്ലിക് ഷെയർ ഹോൾഡിങ് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? അതിനും അവരെ ഡീലിസ്റ്റ് ചെയ്യുന്നതാണ്. പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഫാൾസ് ബിലോ 50 ഓഫ് ദ പബ്ലിക് ഓഫർ. അവർക്ക് ഓഫർ ചെയ്തതിൻ്റെ 50%നേക്കാളും കുറവാണ് പബ്ലിക് ഷെയർ ഹോൾഡ് ചെയ്തിട്ടുള്ളത് എങ്കിലും അവരെ ആ കമ്പനിയെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഡീലിസ്റ്റ് ചെയ്യണം. അപ്പോൾ 3 കാര്യങ്ങൾ കൊണ്ട് ഡീലിസ്റ്റ് ചെയ്യാറുണ്ട്, കമ്പൽസറി ഡീലിസ്റ്റ് ചെയ്യാണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റിലെ കണ്ടീഷൻസ് നോൺ കംപ്ലൈ ചെയ്യുമ്പോൾ. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഓരോ 1 lakh ഷെയർസിനും മിനിമം 5% ഷെയർ ഹോൾഡേഴ്സ് ഇല്ലാതെ വരുമ്പോൾ, മിനിമം 5% ഷെയർ ഹോൾഡേഴ്സ് ഇല്ലാതെ വരുമ്പോൾ, അപ്പോൾ മിനിമം 5 ഷെയർ ഹോൾഡേഴ്സെങ്കിലും ഓരോ 1 lakhന് ഇല്ലാതെ വരുമ്പോൾ. പിന്നെ മൂന്നാമത്തത് പബ്ലിക് ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് ഫാൾ ബിലോ 50% ഓഫ് ദ പബ്ലിക് ഓഫർ. പബ്ലിക്കിന് ഓഫർ ചെയ്ത ഷെയർസിൻ്റെ 50% എങ്കിലും പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ വരുമ്പോൾ. ഇത്രയും കാര്യങ്ങളാണ് കമ്പൽസറി ഡീലിസ്റ്റിംഗ് ഓഫ് ദി കമ്പനീസ് ബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള ഡീലിസ്റ്റിംഗ് ആണ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് 2 തരത്തിലാണ് സെക്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നത്. ഒന്ന് വോളണ്ടറി ഡീലിസ്റ്റിങ്ങും 2 കമ്പൽസറി ഡീലിസ്റ്റിങ്ങും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.